ഒപ്പം വന്നവർ എന്നെ 9 o'clock 9:30 അവരെന്നെ വിളിച്ചു, മാം today my son's birthday, you please come to the restaurant. I said, please sir, please, I am lot tension, don't talk to me please. പിന്നെ ഒരു ഹാഫ് ആൻ അവർ ശേഷം ഒരു മലയാളി എന്നെ വിളിച്ചു. ഐ എം കോളിംഗ് ഫ്രം റൂം സർവീസ്. മേഡം എന്താ എങ്ങനെ സുഖം തന്നെ? ஐயா ചേട്ടാ സുഖം ചേട്ടാ, ஐயா എങ്കിൽ ചേട്ടാ நல்லா இருக்கியா ചേട്ടാ? എന്തിനാ മാം താഴെ വരാതെ ഭക്ഷണം കഴിയും? ചേട്ടാ എനിക്ക് ரொம்ப ഭയം ആൻഡ് എനിക്ക് ഒരു 2 പെഗ് വേണം. പേടിച്ചു പോയി, എനിക്കിപ്പോൾ ഉറക്കം വരില്ല, എനിക്ക് 2 പെഗ്ഗിന് വേണം. എൻ്റെ അടുത്തുള്ളത് 800 rupees ഇന്ത്യൻ മണി. സോ ഇത് എത്ര? ഡോണ്ട് വറി എന്ന് അവർ പറഞ്ഞു. എനിക്ക് 2 കാർട്ട് ഫുൾ ഓഫ് ഡ്രിങ്ക്, ഫുഡ്, ചിക്കൻ, തന്തൂരി, ഗിന്തൂരി, അത് ഇത് 2 വന്നു. സി ഞാൻ എത്രയോ പേർക്ക് ഭക്ഷണം കൊടുത്തു, ദാറ്റ് ഈസ് ഹിസ്റ്ററി, അത് ആർക്കും അറിയണ്ട. പക്ഷെ എനിക്ക് ഭക്ഷണം കിട്ടി. എങ്ങനെ കിട്ടി? ദിസ് വേ ഐ ഗോട്ട് ഫുഡ്. സോ ദർ ഈസ് ഗോഡ് ആൻഡ് of course there is Malayalis. അല്ലേ? ആ മലയാളി അവിടെ ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷണവും കഴിക്കില്ല. I would have just been scared and so all this happened in my life. Why I started this? ഇത് എന്തിനാ പറഞ്ഞത്? ഞാൻ ഏതോ ഒരു കോമഡിയിൽ പറയാൻ വന്നതാ. ബട്ട് എനിവേ സോ ദിസ് ഓൾസോ ഹാപ്പൻഡ് ഇൻ മലയാളി. എന്തായാലും നമ്മളിപ്പോ സ്മരിക്കുന്നുണ്ട്. സ്മരിക്കുന്നുണ്ടോ മീൻസ് ഓർക്കുന്നുണ്ടെന്ന്. ആ മലയാളി ഇപ്പൊ നന്ദിയോടെ ഓർക്കുന്നുണ്ടെന്ന്. അതെ അതെ തീർച്ചയായിട്ടും. ചേച്ചിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അതെനിക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നി. അതായത് എന്റെ സിനിമകൾ കണ്ടിട്ട് ആൺകുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഐ ഡോണ്ട് കെയർ അറ്റ് ഓൾ എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിൽ ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആണോ? അതായത് എന്റെ സിനിമ കണ്ടിട്ട് ആൺകുട്ടികൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക്. എന്റെ സിനിമ കാണണമെങ്കിൽ അവർ ചെയ്യില്ലേ? ചെയ്യും. പിന്നെ അല്ല ചേച്ചി അപ്പൊ പറയാം, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. I really nobody cares about it. ഞാൻ ചോദിക്കാൻ വരുന്ന കാര്യം ഞാൻ ചോദിച്ചോട്ടെ? അല്ല മറന്നുപോയി. ഞാൻ ചോദിക്കാൻ വന്ന ഇത്രേ ഉള്ളൂ. അതായത് ഈ കോടമ്പക്കത്തെ ചെന്നൈയിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയെ എപ്പോ തൊട്ടാ ഇങ്ങനെ വൈഡൻ ആയിട്ട് ചിന്തിച്ചു തുടങ്ങിയത്? എപ്പോ തൊട്ടാ? അങ്ങനെ ഒന്നുമില്ല. സി കാലം എന്നെ അങ്ങ് ചെയ്തു പോയി, അത്രേ ഉള്ളൂ. ഞാൻ ഐ എം സ്റ്റിൽ കോടമ്പാക്കത്തിൽ വളർന്ന ഒരു മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് കുട്ടി തന്നെയാണ് എൻ്റെ മൈൻഡും എൻ്റെ മനസ്സും. നമ്മുടെ വളർച്ച യുനോ ഗ്രോത്ത് എന്നെ അങ്ങനെ ആക്കിയത്. യു കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. ഞാൻ ചെയ്തത് എൻ്റെ കുടുംബം സമ്പാദിക്കണം, എൻ്റെ കുടുംബത്തിന് ഫുഡ് കൊടുക്കണമെന്ന് എൻ്റെ ബാധ്യത, എൻ്റെ എന്ത് പറയാ റെസ്പോൺസിബിലിറ്റി കൊണ്ട് ഞാൻ ഇത് ചെയ്തതാണ്. ഇപ്പോൾ അതിനെ വെച്ച് എന്തിനാ ഇങ്ങനെ ചെയ്തത്, എന്തിനാ മലയാളം ഫിലിംസ്, എന്തിനാ ഇതിന് വരുമ്പോൾ ഹൗ യു റിയലി കാൺട്ട് കീപ് ക്വയറ്റ് ആൻഡ് ലിസൺ. സോ വൺസ് ഐ ബസ്റ്റ് ഔട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ തന്നെ ഐ ജസ്റ്റ് ബസ്റ്റ് ഔട്ട്. ഇത് ഒരു വാട്ടി പറഞ്ഞാൽ മതിയല്ലേ? ഞാൻ അത് ഒന്ന് പറഞ്ഞ് അപ്പം മുതൽ സ്റ്റോപ്പ് ആയല്ലേ. So actually who cares about it? Does Sunny Leone care about തനു అంటున్నాను తెలుగులో. അവരുടെ ഫിലിം കാണുമ്പോൾ ഇവരിത് ചെയ്യോ ഇല്ലയോ ഇതൊക്കെ സണ്ണി ലിയോൺ ആലോചിക്കോ? ഇല്ലല്ലോ. We do our job, you do your whatever job you are doing. എന്നെ കുത്തി പറഞ്ഞല്ലോ ചേച്ചി. ഇല്ല അവരോട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലർ വിചാരിക്കും ഇല്ല we did our job, you please continue doing your job. അത് കലക്കി. അത് ഈ പറഞ്ഞ പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാ ചേച്ചി. ഈ പറഞ്ഞ പോലെ സണ്ണി ലിയോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇവിടെ സണ്ണി ലിയോൺ കേരളത്തിൽ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഈ പറഞ്ഞ പോലെ ആൾത്തിരക്ക് ഉണ്ടായിരുന്നു. ട്രാഫിക്കിന്റെ കാര്യത്തിലൊക്കെ റെക്കോർഡ് സൃഷ്ടിച്ച ഒരു ദിവസമായിരുന്നു സണ്ണി ലിയോൺ വന്ന സമയത്ത്. ചേച്ചി വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു തിരക്കുണ്ടായിരുന്നു, പക്ഷെ അതിൽ ചില ഈ പറഞ്ഞ പോലെ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള രീതിയിൽ അത് അഫക്ട് ചെയ്തത്. രണ്ടുപേരും വരുന്നത് ഏതാണ്ട് ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. പക്ഷെ ഈ പറയുന്ന പോലെ സണ്ണി ലിയോണ് ഭയങ്കരമായിട്ടൊരു ജനപ്രീതിയും കയ്യടിയും ഈ പറഞ്ഞ ചെറുപ്പക്കാർക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടുകയും ചേച്ചിക്ക് അത് കിട്ടാതെ പോകുന്നത് അത് അങ്ങനെ ഇല്ലപ്പാ. ഇപ്പൊ ഞാൻ ചെയ്തപ്പോ അത്രയ്ക്കും സോഷ്യൽ മീഡിയ ഉണ്ടായില്ല, ഞാൻ ആര് എന്നു പോലും അറിയില്ല. ഓക്കെ, ഇപ്പൊ സണ്ണി ലിയോൺ വന്ന ശേഷം ഈ സോഷ്യൽ മീഡിയ എല്ലാം ഉണ്ട്. സോ അവർ ആര് എവിടെ നിന്ന് വന്നതാ, പോൺ ഫിലിംസ് ചെയ്തവർ എല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട്. സോ പീപ്പിൾ നോ വാട്ട് ഷീ ഈസ് ഡൺ. സോ ഷീ സെലിബ്രേറ്റഡ്. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഞാൻ ഉണ്ടായ സമയത്തിൽ ദർ വാസ് നോ സോഷ്യൽ മീഡിയ. മൈ ഫിലിംസ് വേർ ദ ഓൺലി എന്റർടൈൻമെന്റ് ഫോർ ദ youth, for the men, for the older men, for everybody.
സോ ഞാനാണ് ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് ഡിഫറെന്റ് എറാസ്. ഐ റിയലി എനിക്കതിനൊന്നും വിഷമമൊന്നുമില്ല. ഇറ്റ്സ് നൈസ്. ഷീ ഈസ് ഇൻ ഹർ പീരിയഡ് ആൻഡ് ഐ വാസ് ഇൻ മൈ പീരിയഡ്. ഇതിപ്പോ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തൊക്കെ ആളുകൾ ഒന്ന് അപ്രോച്ച് പറയാറുണ്ടോ, സ്നേഹം പറയാറുണ്ടോ? അതായത് ഇനി സിനിമകൾ ചെയ്യണം, ഞങ്ങളൊക്കെ വെയിറ്റിംഗ് ആണെന്ന് പ്രായമുള്ള ആൾക്കാരൊക്കെ? ഇല്ല. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, അതായത് സിനിമാ നടിമാരൊക്കെ ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്കൊക്കെ ഇച്ചിരി പേടിയാ ആളുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നൊക്കെ. അപ്പൊ യൂഷ്വലി എല്ലാ നടിമാരും പറയുന്നത് പറതയിട്ടിട്ടാ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ മാളിലോട്ടൊക്കെ പോകുന്നത് പറതയിട്ടിട്ടാണെന്നാണ്. എങ്ങനെയാ മാം പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ പറഞ്ഞ പോലെ ഇത്രയും സെക്യൂരിറ്റി? ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്തായെന്ന് വെച്ചാല് ഞാൻ കുക്ക് വിത്ത് കോമാളിന്ന് ഒരു ഷോ ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ വിജയ് ടിവിയില്. സോ അവിടെ വെച്ച് ഇപ്പോ എനിക്കൊരു ടോട്ടൽ ഇമേജ് ചേഞ്ച് ആയി. എന്നെ എല്ലാവരും അമ്മാന്ന് വിളിച്ച് അങ്ങനെ തുടങ്ങി. ഇപ്പൊ ഒരു 1 year ആയിട്ട് ഞാൻ എവിടെ പോയാലും മമ്മി ഡയറക്റ്റ് ആയിട്ട്. എനിക്ക് അറിയില്ല ചെക്കനോ ആ കുട്ടി ആരെന്നോ. അത് 10 years ബേബി ഒരു കുട്ടിയാണ് ഷക്കീല മമ്മീന്നാ. അവളുടെ അമ്മാവും എന്നെ മമ്മീന്ന് വിളിക്കും. ചേച്ചിയുടെ ഈ പറഞ്ഞ പോലെ ഒരു ഡയലോഗ് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താണെന്നറിയോ? അതായത് എനിക്ക് ഫുഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റും, എനിക്ക് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് പ്രണയമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രണയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രണയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടോ? പ്രണയ നഷ്ടം എന്ന് വെച്ചാ ലവ് ഫെയിലിയേഴ്സ്. പിന്നെ അതേ ഉള്ളൂ. ഒരു പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന് കേട്ടല്ലേ? പ്രണയങ്ങൾ എന്തിനു വരും? അത് അവിടെ ഡ്രോപ്പ് ആയതിനു ശേഷമാ നെക്സ്റ്റ് അല്ലേ? അപ്പോ പിന്നെന്താ അത് പ്രണയം നശിച്ചിട്ടുണ്ടോന്ന് കേട്ടത്? എന്നെ കൊല്ല് അല്ലടാ. പിന്നെ അതല്ല, അതെന്താ കേൾവി? കൊറേ ആയില്ല, അതുകൊണ്ട് നെക്സ്റ്റ് പ്രണയം, അതുകൊണ്ട് നെക്സ്റ്റ് ഹാബിറ്റ് അല്ല, വേണല്ലേ? യു ഷുഡ് ബി ലവ്ഡ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ പോലെ പ്രണയം കിട്ടാനാണല്ലോ. ഇപ്പൊ പ്രണയം ഉണ്ടോ? ഉണ്ട്. ഒരെണ്ണുണ്ട്. എപ്പോഴും ഞാൻ ഇതില് ശേഷം സെക്കൻഡ് എപ്പോഴും ഞാൻ ഇപ്പൊ ആരെ ലവ് ചെയ്താലും ഞാൻ വെരി ലോയൽ. ഞാൻ നെക്സ്റ്റ് ആരും എത്ര ഹാൻസം ആയി വന്നാൽ ഞാൻ കാണുന്നില്ല. ഓൺലി മൈ ഫോക്കസ് മൈ ബോയ് ഫ്രണ്ട്. ആ ഒരു പോയ ശേഷം നെക്സ്റ്റ് ഇത് ഓക്കെ ലൈനിൽ വെച്ചിരിക്കും. എന്നെ പിന്നെ അതായത് മുന്നത്തെ എക്സ് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചേച്ചിക്ക് ഇപ്പോഴും നല്ല ബന്ധമുണ്ട്. സൂപ്പർ ബന്ധം എപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ, അവരുടെ വൈഫ് എല്ലാം വീട്ടില് വരും. ഇപ്പൊ ഒരു ലാസ്റ്റ് സൺഡേ എന്റെ ഒരു എക്സ് ബോയ് ഫ്രണ്ട് വൈഫിന്റെ ബർത്ത്ഡേ ഞാനാണ് അറേഞ്ച് ചെയ്തത്. ബിരിയാണി എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ആ ഫംഗ്ഷനിൽ ഞാൻ പോയി. പിന്നെ എന്റെ എക്സ് ബോയ് ഫ്രണ്ട് അമ്മായും അച്ഛനും വന്നു. പിന്നെ അവർക്ക് ഞാൻ പോയി എങ്ങനെയുണ്ട് സുഖം തന്നെയല്ലോ ചോദിച്ചു. കോഫി കുടിക്കാന്ന് ഇവളെന്നെ. അപ്പൊ നിങ്ങൾ തന്നെ ഇട്ട് താക്കാന്ന്. അപ്പൊ ഞാൻ ഉള്ളിൽ പോയി, ഇന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കോഫി ഇടീന്ന്. അപ്പൊ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. ഇതൊക്കെ മുറ പോലെ നടക്കുന്നുണ്ട്. അതെ, അവരുടെ പിള്ളേര് ചേച്ചിന് മമ്മീന്നല്ല, പെമ്മി. പെരിയമ്മ. ഓ, വല്യമ്മന്ന്. വല്യമ്മന്ന് വിളിക്കുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മളെ നാട്ടിൽ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരെയാ വിളിക്കുന്നത്. അല്ല, അങ്ങനെ അവർ ചെറിയ കുട്ടി. അവളുടെ അമ്മ എനിക്ക് അന്യത്തി, ഞാൻ അന്യത്തിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെമ്മി എന്ന് വിളിക്കും. എന്ന് പറയുമ്പോൾ ഇന്നും മലയാളികൾക്കും അന്യഭാഷ സിനിമ ആരാധകർക്കും ഒരു വികാരം തന്നെയാണ് അല്ലെ. ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് ഈ 90s മുന്നേ ഉള്ള ആളുകൾക്ക് ഷക്കീല എന്ന താരത്തിനോട് ഉണ്ടായിരുന്നത്. ഇന്ന് സണ്ണി ലിയോണിനൊക്കെ ഉള്ള പോലെ ഉള്ള ഒരു ആദരവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൈഡ് ഒരിക്കലും ഷക്കീലയ്ക്ക് ലഭിച്ചിട്ടില്ല. ഷക്കീല എന്ന് പറയുന്നത് ഒരു കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ഒരു നടി തന്നെയായിരുന്നു. എന്നും പുരുഷന്മാരെയും യുവഹൃദയങ്ങളെയും പ്രായമായവരെയും അങ്ങനെ പ്രായഭേദമില്ലാതെ വികാരം കൊളിച്ചിരുന്ന ഒരു താരം എന്ന് നമുക്ക് ഷക്കീലയെ പറയാം. എന്നാലും ആ ഷക്കീല എന്ന് പറയുന്ന താരം ഒരു വലിയ മനസ്സിന് ഉടമയാണ്. പലപ്പോഴും ഷക്കീലയുടെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ താൻ നേരിട്ടിട്ടുള്ള പല ദുരനുഭവങ്ങളും ഷക്കീല തുറന്നു പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ പല സീനുകളിലും താൻ അഭിനയിച്ചത് ഭാഷ അറിയാതെ അല്ലെങ്കിൽ എന്താണ് താൻ പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ഷക്കീല അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ യുവാക്കൾ തന്റെ സിനിമ കണ്ട് സ്വയംഭോഗം ചെയ്യുന്നതിനെ കുറിച്ച് ഷക്കീല തുറന്നു പറഞ്ഞൊരു സംഭവമാണ് ചർച്ചയാകുന്നത്. ഐ ഡോണ്ട് കെയർ എന്നാണ് ഷക്കീല പറയുന്നത്. തന്റെ സിനിമ കണ്ടാൽ മാസ്റ്റുർബേഷൻ ചെയ്യും, അത് ആരാണ് ചെയ്യാത്തത് എന്നാണ് ഷക്കീല ചോദിക്കുന്നത്. പക്ഷേ താൻ പണിയെടുക്കും,
താൻ പണിയെടുക്കുന്നു, താൻ ജീവിക്കുന്നു. തന്റെ സിനിമ കണ്ട് മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നാണ് ഷക്കീല പറയുന്നത്. ഇത്രയും തുറന്ന് സംസാരിക്കുന്ന ഒരു താരത്തെ നമ്മൾ മറ്റെവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കാരണം കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു സിനിമകളിലൂടെയാണ് ഷക്കീല അഭിനയത്തിൽ കൂടുതൽ സജീവമായിട്ടുള്ളത്. ഇന്ന് സണ്ണി ലിയോണിനൊക്കെ കിട്ടുന്ന പോലെ ഒരു താര പദവി എന്നൊക്കെ തന്നെ പറയാം, അതൊന്നും ഷക്കീലയ്ക്കൊന്നും ഒരിക്കലും ലഭിച്ചിട്ടില്ല. ഛോട്ടാ മുംബൈയിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ചതിനെ കുറിച്ചും ഷക്കീല തുറന്നു പറയുന്നുണ്ട്. ഛോട്ടാ മുംബൈയിൽ അഭിനയിക്കുന്ന സമയത്ത് മോഹൻലാലിനോട് ഭയങ്കര ആരാധനയായിരുന്നു എന്നും അദ്ദേഹം താൻ അഭിനയിച്ച കിന്നാരത്തുമ്പികൾ 3 തവണ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ സാർ ഇങ്ങനെയൊന്നും പറയില്ലേ എന്നാണ് ഷക്കീല മറുപടി പറഞ്ഞതെന്നും താരം പറയുന്നുണ്ട്.